ട്രേഡേഴ്സ് നമുക്ക് ഇന്നലത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിൽ കണ്ടറിയാം. ഇന്ത്യ വിക്സ് 13.78 പോയിൻറ്റിൽ ഒരു പോസിറ്റീവ് 5.23% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 202 പോയിൻറ്റ് ഒരു ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. 22,097 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 48,158 448 പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നതെന്ന് കാണാം. സോ മാർക്കറ്റിലൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിൽ നെക്സ്റ്റ് ലെവൽ മുകളിലില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ വിക്സിൽ ഒരു വോളറ്റിലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും വോളറ്റിലിറ്റി കൂടി വരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇതൊരു ഓൾ ടൈം നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓൾ ടൈം ഹൈയിൽ അല്ല നിൽക്കുന്നത്, മുകളിൽ റെസിസ്റ്റൻസ് കാണാവുന്നതാണ്. സോ നിഫ്റ്റിയുടെ ലെവലുകൾ നമുക്ക് ഇന്നത്തേക്കുള്ള ട്രേഡിങ്ങിനുള്ളതും സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഇമ്പോർട്ടൻ്റ് ലെവലുകൾ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എവിടെയാണ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു പോയിൻ്റ് നമുക്കൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനുശേഷം നമുക്കൊരു ലോ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം, 15 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നടത്തും, അതിനുശേഷം തിരിച്ച് ഡൗൺ സൈഡ് മൂവ്മെൻ്റ് എടുത്തു. അതിനുശേഷം ഇവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ക്ലോസിങ്ങിൻ്റെ അടുത്ത് ഒരു സപ്പോർട്ടിൻ്റെ രീതിയിൽ വന്നതിന് ശേഷം അത് മുകളിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെ ഒരു 10 ലൈൻ ഫോം ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ഒരു 10 ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 10 ലൈൻ കാണാവുന്നതാണ്. സോ ഇത് ഒരു 45 ഡിഗ്രി ഒരു ആംഗിളിൽ പോയി മൂവ് ചെയ്യുന്ന ഒരു 10 ലൈനാണ്. സോ ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു ഡൗൺ സൈഡ് ഒരു ഫോൾ മീൻസ് ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലത്തെ ഒരു ലെവൽ നമുക്കൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ലൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഇതിൻ്റെ കൂടെയുണ്ട്. നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പറഞ്ഞ ഒരു ലെവൽ ഇവിടെ കുറച്ച് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഒരു ലെവൽ കാണാവുന്നതാണ്. സോ ഈ ലെവലുകൾ മുകളിലുള്ളത് കൊണ്ട് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും തന്നെ ഡൗട്ട് ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് അഫക്റ്റ് ചെയ്യുമോ, അതോ നിഫ്റ്റിയുടെ ആ മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിനെ വലിച്ച് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണാവുന്ന ഒരു 10 ലൈൻ കാണാവുന്നതാണ്. ഒരു 10 ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 10 ലൈൻ ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ട്രാപ്പ് ചെയ്തിരിക്കുന്ന ലെവലുകളും നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പോൾ 2 രീതിയിൽ ഇവിടെ ട്രാപ്പിംഗ് നടന്നിട്ടുണ്ടായി. ഇവിടെ ഒരു ട്രാപ്പിംഗ് നടന്നിട്ടുണ്ടായി, ഇവിടെ ഒരു ട്രാപ്പിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് എല്ലാം തന്നെ മാർക്കറ്റിനെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടി നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ലെവലുകളെല്ലാം നടന്നത്. ഒരു ട്രാപ്പിംഗ് ഉള്ള രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടത്. സോ നമുക്കിതിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ രണ്ടും ഒരുമിച്ച് തന്നെ കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ മേജറായിട്ടുള്ള ലെവലുകളിൽ നമ്മൾ നോക്കിയിട്ട് ട്രേഡിൽ എൻട്രി എടുക്കുക. ഓക്കെ, കൂടുതലും ബാങ്ക് നിഫ്റ്റിയേക്കാൾ കൂടുതൽ നിഫ്റ്റിയാണ് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി തരാൻ ചാൻസ്. റേഞ്ച് ആണെങ്കിൽ നമുക്ക് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഷോർട്ട് സ്ട്രാങ്കിളോ യൂസ് ചെയ്ത് റേഞ്ചിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഡയറക്ഷണൽ മൂവ് കിട്ടുകയാണെങ്കിൽ സ്പ്രെഡ് യൂസ് ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ ട്രേഡ് നോക്കുക, ഈ ലെവലുകൾ മെയിനായിട്ടുള്ളത്. സോ താങ്ക് യു.